നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാരമൽ സേമിയ കസ്റ്റാർഡാണ്. പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സാധാരണ ഫ്രൂട്ട് കസ്റ്റാർഡിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം ഏകദേശം ഒരു 1/2 കപ്പോളം സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സാധാ സേമിയ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ഒരു ഗോൾഡൻ കളർ വരുന്നതെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ ഇവിടെ കളറൊക്കെ മാറി നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തൊന്ന് കാരമൽ ചെയ്തെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് കാരമൽ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും ചെയ്യും. പിന്നെ കാരമലിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരികയും ചെയ്യും. പിന്നെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ കട്ട പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് തവി വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഒരു ഗോൾഡൻ കളർ വന്ന ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നന്നായിട്ട് ആവി വരികയും ചെയ്യും, ഒന്ന് തെറിക്കുകയും ചെയ്യും. അത് മുഖത്തെ കയ്യിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അത് കുഴപ്പമില്ല, ഇതൊന്ന് തിളച്ചാൽ റെഡി ആയിക്കോളും. ഇതൊന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് ഒരു 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ ഇതുപോലെ കട്ട പിടിക്കും കേട്ടോ. കാരമലൊക്കെ കൂടെ കട്ട പിടിച്ചിട്ടിരിക്കും. കുഴപ്പമില്ല, അതും ചൂടാകുന്ന സമയത്ത് മെൽറ്റ് ആയിക്കോളും. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒക്കെ ചേർത്ത് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ ചേർത്ത് പാലൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. സേമിയ അത്യാവശ്യം വെന്ത് വന്ന ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഒരു അരിപ്പയിലൂടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം വളരെ ലോയിലാക്കിയ ശേഷം എപ്പോഴും കൈ വെക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകയും ചെയ്യും. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് പോവുകയില്ല. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അടുക്കി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി കിട്ടും കേട്ടോ. ഈ സമയത്ത് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അടുക്കി പിടിച്ചാൽ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോവും. അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇവിടെ കുറുകിയ പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടും 1-2 മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്കിത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ പാല് ഒരു 1/4 കപ്പൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വെക്കണേ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഞാനിതിവിടെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പുറത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവറൊക്കെ മാറ്റി നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് തുടങ്ങാം. സെർവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ 2 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട ചെറുതായിട്ട് സെർവ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ചെറിയ പാത്രത്തിൽ സെർവ് ചെയ്താൽ മതി. ഇനി ഇല്ലെങ്കിൽ വലിയ ട്രേയിൽ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റായിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത ബ്ലാക്ക് കസ്കസ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സേമിയ കസ്റ്റാർഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ സെർവ് ചെയ്യുന്ന പാത്രത്തിൻ്റെ ഏകദേശം പകുതിയിൽ കുറച്ച് താഴെ വരെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വാട്ടർ മെലണും ഓറഞ്ചും അല്ലാത്ത ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സും ബനാനയും ആപ്പിളും മാംഗോയും കുറച്ച് അനാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ സേമിയ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ശേഷം കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബദാമും കാഷ്യും ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് വലിയ ട്രേയിലാണ് സെർവ് ചെയ്യുന്നെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരളവിൽ നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ 4 ആൾക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ 2 വലിയ ഗ്ലാസ്സിൽ സെർവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 2 എണ്ണത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇത് കുറച്ച് ഹെവിയാണ്. ഇത് 4 ആൾക്ക് സുഖമായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടൈം ഉള്ളതിനനുസരിച്ച് 1-2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. കഴിക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സാധാ കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും വരുന്നില്ല. കാരമൽ ചെയ്ത് ചേർത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്